നമ്മൾ ഈ സെക്ഷനിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത് EMF ഇക്വേഷൻ ഓഫ് DC ജനറേറ്ററാണ്. അതായത് DC ജനറേറ്ററിൽ എങ്ങനെയാണ് ഒരു EMF ഇക്വേഷൻ ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ അതിൻ്റെ ഇക്വേഷനും അതിൻ്റെ ഡെറിവേഷനുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു സെക്ഷനിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. EMF ഇക്വേഷൻ ഓഫ് DC ജനറേറ്റർ. അതായത് EMF എന്ന് പറഞ്ഞാൽ EG ആണെന്ന് നമുക്കറിയാം അല്ലേ. അതുപോലെ തന്നെ അത് എന്തിനോടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും നമുക്കറിയാം. EMF എന്ന് പറയുന്നത് ഫ്ലക്സിനോടും അതുപോലെ തന്നെ കണ്ടക്ടറിൻ്റെ സ്പീഡിനോടും, അതായത് ആർമേച്ചർ കറങ്ങുന്ന സ്പീഡിനോടും അതുപോലെ പോളുകളുണ്ടാകുന്ന ഫ്ലക്സിനോടും ഒക്കെ ആർമേച്ചർ കണ്ടക്ടറോടും ഒക്കെ പ്രൊപ്പോർഷണലായിട്ടോ അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിട്ടോ ഒക്കെ കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ EMF വർക്ക് ചെയ്യുന്നത്, ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ മുഖേനയാണ് എന്നും നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഡെറിവേഷൻ ഫോർ ഇൻഡ്യൂസ്ഡ് EMF ഓഫ് വൺ ആർമേച്ചർ കണ്ടക്ടർ. അതായത് ഒരൊറ്റ ആർമേച്ചർ കണ്ടക്ടറിൽ, അതായത് ഒറ്റ കോയിൽ, നമ്മൾ കുറേ കണ്ടക്ടറുകൾ കൂടി ചേർന്നാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. അതിലൊരൊറ്റ കണ്ടക്ടറിൽ എങ്ങനെയാണ് EMF ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ആ ഒറ്റ കണ്ടക്ടറിൽ EMF ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ആർമേച്ചറിൽ എങ്ങനെയാണ് EMF ഉണ്ടാകുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു കണ്ടക്ടറിൻ്റെ ഒറ്റ റെവല്യൂഷനിൽ ഒരൊറ്റ റെവല്യൂഷൻ എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്. അതായത് നമുക്കിപ്പോൾ നമ്മൾ ഡിഫറൻസിയേഷനും ഇൻറ്റഗ്രേഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഏറ്റവും ലീസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ അതിനെ ഇൻക്രീസ് ചെയ്താണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് 1000-ലധികം കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ, ഒരു ആർമേച്ചറിൽ ഉണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെ നമ്മൾ ഒരു കണ്ടക്ടറിനെ, അതായത് ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ 1600-1500 RPM കറങ്ങുന്ന ഒരു മീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഒരൊറ്റ റെവല്യൂഷൻ എന്ന് പറയുന്നതാണ് അതിൻ്റെ ലീസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലീസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരൊറ്റ കണ്ടക്ടർ ഒറ്റ റെവല്യൂഷനിൽ എടുക്കുമ്പോൾ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഈച്ച് പോൾ ഇൻ വെബർ. അതായത് എത്ര പോളുണ്ട്, ഒരു പോളാവാം, 2 പോളാവാം, അല്ലെങ്കിൽ 4 പോളാവാം, 6 പോളാവാം, 8 പോളാവാം. അപ്പോൾ ഫ്ലക്സ് എന്ന് പറയുന്നത് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഈച്ച് പോൾ ഇൻ വെബർ ആണ്. ആൻഡ് P ഈസ് എ നമ്പർ ഓഫ് പോൾസ് ഇൻ ദ DC ജനറേറ്റർ. അതായത് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ആണ്. P എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോളുകളാണ്. അതുപോലെ തന്നെ therefore ടോട്ടൽ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൾ ദ പോൾസ് ഈസ് ഈക്വൽ ടു P. ഒരു പോളിൽ ഉണ്ടാകുന്ന ഫ്ലക്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. എത്ര പോളുകളുണ്ടോ അത്രയും ഫ്ലക്സുകൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ P എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് തരുന്നത്, ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ടൈം ടേക്കൺ ടു വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ. അതായത് ഒറ്റ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 60/n ആണ്. n എന്ന് പറയുന്നത് സ്പീഡാണ്. അതുപോലെ 60/n ആണ് എന്തെന്ന് പറയുന്നത്, ടൈം ടേക്കൺ വൺ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം ടേക്കണും ഒരു റെവല്യൂഷനിൽ ടൈം ടേക്കണും കിട്ടി, ഉണ്ടാവുന്ന ഫ്ലക്സും കിട്ടി. ഓക്കെ, നമുക്ക് ദ സ്പീഡ് ഓഫ് ദ ആർമേച്ചർ കണ്ടക്ടർ n ഈസ് ദ സ്പീഡ് ഓഫ് ദ ആർമേച്ചർ ഇൻ RPM. n എന്ന് പറയുന്നത് 60/n n എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ആർമേച്ചർ ഇൻ RPM, റെവല്യൂഷൻ പെർ മിനിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് n പറയുന്നത്, സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ 60/n എന്ന് പറയാം. അപ്പോൾ അതിനെ സെക്കൻഡിലായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്. ഓക്കെ, നൗ അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്, ദ ഇൻഡ്യൂസ്ഡ് EMF ഓഫ് ദ ആർമേച്ചർ കണ്ടക്ടർ ഡിനോട്ടഡ് ബൈ E ആൻഡ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് കട്ടിങ് ദ ഫ്ലക്സ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത് ഈ ജനറേറ്റഡ് EMF എന്ന് പറയുന്നത്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് കൂടുമ്പോൾ, അത് ഫാരഡേസ് സെക്കൻഡ് ലോ പറയുന്നതാണ്. ഒന്നാമത്തെ ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, കണ്ടക്ടർ കട്ട് ചെയ്ത് അതിൽ EMF ഉണ്ടാവുമെന്നറിയുന്നത്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF പ്രൊപ്പോർഷണലാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജിന്, ഈ കട്ടിങ് ഫ്ലക്സിനാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് കൂടുമ്പോൾ EMF കൂടും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് കുറയുമ്പോൾ EMF കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ E ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെറിവേഷൻ പോലെ dϕ/dt എന്നാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ E ഈസ് ഈക്വൽ ടു dϕ/dt കോൺസെപ്റ്റ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ E ഈസ് ഈക്വൽ ടു dϕ/dt. അതായത് dϕ എന്ന് പറയുന്നത് ഫ്ലക്സും dt എന്ന് പറയുന്നത്
ടൈമുമാണ്. അപ്പം നമുക്ക് ഇത് രണ്ടും നമുക്ക് കഴിഞ്ഞ ഇക്വേഷൻസിൽ നിന്ന് കിട്ടിയിട്ട് ടോട്ടൽ ഫ്ലക്സ് എത്ര കിട്ടി? 5 × P. അതായത് എത്ര ഓരോ ഫ്ലക്സ് പോളിലുണ്ടാകുന്ന ഫ്ലക്സും അതിൻ്റെ പോളിൻ്റെ എണ്ണവും. അപ്പോൾ 5P ആൻഡ് ടൈം ടേക്ക് നമ്മൾ എത്ര എഴുതിയത്? ഒരു റവല്യൂഷണൽ ടൈം എന്ന് പറയുന്നത് 60/n. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഓഫ് വൺ കണ്ടക്ടർ ഈസ് E is equal to 5P/60/n എന്ന് വരും. അപ്പോൾ ഈ n എങ്ങോട്ട് പോകും? മുകളിലേക്ക് പോകും അല്ലേ? നമുക്കറിയാം, നമ്മളൊരു ഇക്വേഷൻ എഴുതുമ്പോഴുള്ള കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ? 5P/60/n ആകുമ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിലുള്ള n എങ്ങോട്ട് പോകും? മുകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്തായിട്ട് കിട്ടും? 5PN/60 എന്ന് വരും. അപ്പോൾ ഈ 5PN/60 ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു കണ്ടക്ടറിൽ ഒരു റവല്യൂഷനിൽ ഉണ്ടാകുന്ന EMF എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളെന്താണ് അതിൽ നിന്ന് ഡെറിവേഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഓഫ് DC ജനറേറ്റർ. ഒരു DC ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ എങ്ങനെയാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു DC ജനറേറ്ററിൽ എങ്ങനെയാണ് EMF ഉണ്ടാകുന്നത് എന്ന് അതിൽ നിന്ന് കണ്ടെത്തുകയാണ്. ലെറ്റ് us suppose there Z is total number of cell conductors in conductor and arranged in the manner that parallel paths are always in series. അതായത് Z കണ്ടക്ടേഴ്സ് ഉണ്ട്, അതായത് ടോട്ടൽ കണ്ടക്ടേഴ്സ്. നമ്മളിപ്പോൾ ഒറ്റ കണ്ടക്ടറാണ് എടുത്തത്, അതുപോലെ നമുക്ക് എത്ര കണ്ടക്ടർ ഉണ്ട് എന്ന് പറയുന്നതാണ് Z കണ്ടക്ടേഴ്സ് എന്നാണ്. നമ്മൾ Zനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോട്ടൽ കണ്ടക്ടേഴ്സ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ പാരലൽ പാത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2, 4 പറഞ്ഞ പാരലൽ പാത്തുകൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ഓരോ ടൈപ്പിലുണ്ടാവും. 2 പാരലൽ പാത്ത് ഉണ്ടാവാം, അല്ലെങ്കിൽ 4 ഉണ്ടാവാം, 6 ഉണ്ടാവാം. അത് ഓരോന്നിലും ഓരോ പോലെയാണ്. അപ്പോൾ ആ നമ്പർ ഓഫ് പാരലൽ പാത്തിനെ നമ്മൾ A എന്ന ഡിനോട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് Z എന്ന് പറയുന്നത് എത്ര കണ്ടക്ടർ ഉണ്ട് എന്നുള്ള എണ്ണവും കിട്ടി. അതുപോലെ തന്നെ A എന്ന് പറഞ്ഞാൽ എത്ര പാരലൽ പാത്ത് ഉണ്ട് എന്നുള്ളതും നമുക്ക് എന്ത് കിട്ടി. ദെൻ Z/A is a number of conductor connected in series. We know that induced EMF of each path sum across the line. Z/A എന്ന് പറയുന്നതാണ് എന്ത്? നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ്. അതായത് പാരലൽ പാത്തും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? Z/A എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് therefore induced EMF of DC generator EMF of one conductor into number of conductors connected in series. അതായത് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് പറയുന്നത് Z/A ആണ്. അപ്പോൾ ടോട്ടൽ EMF എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF ഒരു DC ജനറേറ്ററിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് EMF ഓഫ് വൺ കണ്ടക്ടർ ഇൻറ്റു നമ്പർ ഓഫ് കണ്ടക്ടർ കണക്റ്റഡ് ഇൻ സീരീസ്. അതായത് ഒരു കണ്ടക്ടർ ഇൻറ്റു നമ്പർ ഓഫ് കണ്ടക്ടർ കണക്റ്റഡ് ഇൻ സീരീസ് ആണ്. അപ്പോൾ ഒരു കണ്ടക്ടറിലെ EMF നമുക്ക് കിട്ടി 5PN/60 എന്ന് പറഞ്ഞ് കിട്ടി. ഇൻറ്റു എന്താ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഡിവൈഡഡ് ബൈ പാരലൽ പാത്ത് Z/A. അപ്പോൾ നമുക്ക് കിട്ടുകയാണ് 5PN/60 ഇൻറ്റു Z/A എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് 2 തരം വൈൻഡിങ് ഉണ്ട്. ലാപ്പ് വൈൻഡിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ വേവ് വൈൻഡിങ്ങും ഉണ്ട്. അപ്പോൾ ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ EMFലും ഒരു അതുപോലെ തന്നെ വേവ് വൈൻഡിങ്ങിലും രണ്ടിലുള്ള EMFൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം വേവ് വൗണ്ട് ജനറേറ്റർ ആണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്സ് ആർ ഓൺലി 2 ഇസ് ഈക്വൽ ടു A. അതായത് നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് A എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. A എന്ന ലെറ്ററിനെ നമ്മൾ വേവ് വൗണ്ടിൽ ആണെന്നുണ്ടെങ്കിൽ A ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ നമുക്കറിയാം 5PN/60 ഇൻറ്റു Z/2 ആണ് എന്ത് ചെയ്യുന്നതെന്ന് പറയുന്നത്? EMF എന്ന് പറയുന്നത് അല്ലേ? Z/2. അതായത് Z/2 എന്ന് പറഞ്ഞാൽ 5PN/60 ഇൻറ്റു Z/A ആണ്. അതിനെ ZAനെ നമ്മൾ എന്തായി എടുത്തു? 2 ആയി എടുത്തു. അപ്പോൾ നമുക്ക് 5ZPN/120 വോൾട്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്? EMF കിട്ടുന്നത്. ഏതിൽ? വേവ് വൈൻഡിങ് ആണെങ്കിൽ നമുക്ക് കിട്ടും 5ZPN/120 എന്നാണ് നമുക്ക് കിട്ടുന്നത് വേവ് വൗണ്ടിൽ EMF ആയിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ സിമ്പിൾ ലാപ്പ് വൗണ്ട് ആകുമ്പോൾ നമ്പർ ഓഫ് പാരലൽ പാത്സ് ആർ ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ വൺ പാത്ത്. അതായത് നമ്മുടെ നമ്പർ ഓഫ് പോൾസിന് ഈക്വൽ ആണ് എന്ത് എന്ന് പറയുന്നത്? നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ P ഈസ് ഈക്വൽ ടു A ആണ്. അപ്പോൾ P ഈസ് ഈക്വൽ ടു A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് 5PN/60 ഇൻറ്റു Z/A ആണ്. അപ്പോൾ അതിൽ Pയും Aയും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് Z-നപ്പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് P-നപ്പുറത്തേക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5ZN/60 ഇൻറ്റു P/A എന്ന് വരും. അപ്പോൾ P/A എന്ന് പറഞ്ഞാൽ P ഈസ് ഈക്വൽ ടു A ആയതുകൊണ്ട്
2 ആണെങ്കിൽ താഴെ 2, അപ്പോൾ അത് 1 ആയിട്ട് പോകും. 4 ആണെങ്കിൽ താഴെ 4, അതുകൊണ്ട് 1 ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ലാപ്പ് പോയിൻറ്റിങ്ങിൽ ഇക്വേഷൻ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ EG ഇസ് ഈക്വൽ ടു 5ZN/60 ഇൻറ്റു P/A. ഇത് ബേസിക് ഇക്വേഷനായിട്ട് നമുക്ക് ഇത് തന്നെ പറയാം. കാരണം എന്താ, P/5ZN/60 ഇൻറ്റു P/A എന്ന് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലാപ്പാണെങ്കിൽ A ഈസ് ഈക്വൽ ടു വേവ് ആണെങ്കിൽ A ഈസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്താൽ മതി. ലാപ്പാണെങ്കിൽ A ഈസ് ഈക്വൽ ടു P എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ജനറൽ EMF ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 5ZN/60 ഇൻറ്റു P/A എന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മളെ ജനറൽ ഇക്വേഷൻ, EMF ഇക്വേഷൻ ഓഫ് DC ജനറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ EMF ഇക്വേഷൻ ഓഫ് DC ജനറേറ്റർ എന്ന് പറയുന്നത്.